ഹായ് അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമാണെന്ന് കരുതുന്നു. അൽഹംദുലില്ലാ ഞാനും സുഖമായിരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. വാഴപ്പൂവ് അഥവാ വാഴത്തട്ട എന്നൊക്കെ പറയും. അപ്പോൾ അത് എങ്ങനെയാണ് ഒരു ചവർപ്പോ കയ്പോ ഒന്നുമില്ലാതെ കയ്യിൽ കൂടുതൽ കറയൊന്നും പിടിക്കാതെ നന്നായി വെക്കുക എന്നുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഞാനൊരു വാഴപ്പൂവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് മേലത്തെ ഈ തൊലി ആദ്യം നമ്മളെ കയ്യിൽ കുറച്ച് എണ്ണ തേച്ച് വിടണം കേട്ടോ. എന്നാലുള്ളൂ നമ്മളെ കയ്യിൽ കറ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിൻ്റെ മേലെയുള്ള ആ കട്ടിയുള്ള തൊലിയൊക്കെ ഒന്ന് എടുത്ത് മാറ്റണം ഇതുപോലെ. അപ്പോൾ ഉള്ളിൽ ഇതുപോലെ ഒരു കളറ് വരുമ്പോൾ നമുക്ക് അത്രയും അതാണ് യൂസ് ചെയ്യേണ്ടത്. മേലത്തെ കട്ടിയുള്ള തൊലിയൊക്കെ ഒഴിവാക്കാം. ഇനിയിപ്പോൾ ഇതിലുപോലെ കൊത്തി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഗോസൊക്കെ അരിയുന്ന പോലെ അരിഞ്ഞെടുത്താൽ മതി. പിന്നെ അതിൻ്റെ നെറ്റി ഭാഗത്തുള്ള കട്ടിയുള്ള ആ ഭാഗം അത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് വേണ്ട. ബാക്കിയുള്ളതും എല്ലാം എടുക്കാം. വേറെ ഒന്നും ഇതിൽ കളയേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ഞാൻ കഴുകാൻ വേണ്ടിയിട്ട് നല്ല ചൂടുള്ള കഞ്ഞിവെള്ളം ഒഴിച്ചിട്ടാണ് കഴുകുന്നത്. അതാണ് ഏറ്റവും ബെസ്റ്റ്. നമ്മളുള്ള കയ്യിലുള്ള കറയും ഒക്കെ ഒന്ന് പോയി. പിന്നെ അത് കണ്ടില്ലേ, കഞ്ഞിവെള്ളം കണ്ടില്ലേ? ഇപ്പോൾ നല്ല കറയെല്ലാം നന്നായി ഇളകി വരും കേട്ടോ കഞ്ഞിവെള്ളത്തിൽ കഴുകുമ്പോൾ. ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അത് വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് കലക്കിയിട്ട് അതിലിട്ട് കഴുകിയാലും മതി. ഇപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ ചൂടും കുറച്ചുണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങയും ഒരു വെളുത്തുള്ളി 2 പച്ചമുളകും ചതച്ചെടുക്കാം കേട്ടോ. ഇനി ഞാൻ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണയോ ഓയിലോ എന്തെണ്ണയാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. സവാള വാടി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതുപോലെ നന്നായി ഇളക്കി കൊടുക്കാം കേട്ടോ. ഇളക്കി കുറച്ച് ഇതൊന്ന് വാടി വരുമ്പോൾ നമുക്ക് കറിവേപ്പില ഇടാം. അത് വാടിയിട്ടുണ്ട്. കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ അരച്ച് വെച്ച തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് എന്തിനാണ് ഇപ്പം തന്നെ ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ പച്ച ചുവയൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ആ അരിഞ്ഞു വെച്ച വാഴപ്പൂവ് അതിലിടുക. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ വാഴപ്പൂവ് ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഇട്ട് വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ആ പൂവും തേങ്ങയും എല്ലാം ചേർന്ന് മിക്സായി വേകുമ്പോൾ നന്നായിട്ടുണ്ട്. അപ്പോൾ ഞാനതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നിങ്ങളെടുക്കുന്ന പൂവിൻ്റെ ഇതിനനുസരിച്ച് അങ്ങനെ ആവശ്യത്തിന് ഇട്ടാൽ മതി. ഇപ്പോൾ ഞാൻ പിന്നെ അതിലേക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ മൂടി വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് തിളച്ചതിന് ശേഷം മൂടി വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിലിട്ട് പിന്നെ ഒരു 10-15 മിനിറ്റ് ആകുമ്പോൾ ഇത് കുക്കായി വരും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ കുക്കായിട്ടുണ്ട് കണ്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതേപോലെ ചെയ്താൽ ഒരു കയ്പോ ചവർപ്പോ ഒന്നുമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ നാളെ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ്. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.